ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഓറഞ്ച് പീൽ ഓഫ് മാസ്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എവർയൂത്തിൻ്റെ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് ആണ്. ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം ഈ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഈ പ്രോഡക്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. പിന്നെ ഇതിൽ പാരബീൻസ് ഇല്ല, പാരബീൻ ഫ്രീ ആണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സിലുള്ള ഡേർട്ടും ബാക്ടീരിയയും ക്ലെൻസ് ചെയ്ത് കളയുമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസിങ് നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിൽ ഒരു തിൻ ലെയറായിട്ടാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ ചെവിയുടെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് നോക്കണം. എന്നിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുന്നോന്ന് നോക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയറിലൊന്നും ആവാതെ നോക്കണം. ഹെയറിലായ നമ്മൾ പീൽ ഓഫ് ചെയ്യുമ്പം ആ ഹെയർ വരെയും ചെയ്ത് നല്ല പെയിനും എടുക്കും. പിന്നെ ഇടുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. എന്തെങ്കിലും ബേണിംഗ് സെൻസേഷൻ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ സ്കിന്നിന് അത് പറ്റത്തില്ല എന്നാണ്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ ഇത് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യണം. ഞാൻ അപ്ലൈ ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് പീൽ ചെയ്ത് നോക്കാം. പീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ രീതിയിൽ വൈറ്റ് ഹെഡ്സ് പോയതായിട്ട് തോന്നിയില്ല. പക്ഷെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് കിട്ടി. പിന്നെ ചെറിയ രീതിയിൽ ആ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉള്ള വൈറ്റ് ഹെഡ്സ് പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പീൽ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ വെള്ളം യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തു. നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. അതിന് ശേഷം ഞാനൊരു പാഡ് ഡ്രൈ ചെയ്തു. വെള്ളം ഉള്ളതല്ലേ, അപ്പോൾ പാഡ് ഡ്രൈ ചെയ്തതിന് ശേഷം ഞാനൊരു ടോണർ അപ്ലൈ ചെയ്തു. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ടോണർ യൂസ് ചെയ്യുക. അതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. നിങ്ങൾ ഏത് ആണ് യൂസ് ചെയ്യണത് ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് തോന്നിയ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് കിട്ടി. പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിലല്ലെങ്കിലും അത്യാവശ്യം വൈറ്റ് ഹെഡ്സ് ഒക്കെ പോണതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക.